Let us do a problem. Apply Gauss elimination method to solve the equations x plus 4y minus z equal to minus 5, x plus y minus 6z equal to minus 12 and 3x minus y minus z equal to 4. ഇവിടെ പാർഷ്യൽ പിവറ്റിംഗ് ഉപയോഗിച്ച് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാതെ ചെയ്ത് നോക്കാം. സോ എങ്ങനെ എഴുതാം? ax equal to d എന്ന് എങ്ങനെ എഴുതാം? 1 4 minus 1 1 1 minus 6 3 minus 1 minus 1 into x y z equal to minus 5 minus 12 4. Now ഇതിനെ 0 ആക്കണം, ഇതിനെ 0 ആക്കണം. 1 minus 1 0. അതുകൊണ്ട് എന്ത് ചെയ്യണം? R2 changing to R2 minus 1. അനി 3 minus 3 ചെയ്താലാണ് 0. അപ്പോൾ 3 minus 3 times 1 ചെയ്യുമ്പോൾ 0 കിട്ടും. അപ്പോൾ അതെങ്ങനെ എഴുതാം? R3 changing to R3 minus 3R1. അപ്പോൾ ഇതെങ്ങനെ മാറും? 1 4 minus 1 0 1 minus 4 is minus 3 minus 6 minus 1 that is minus 5, then 3 minus 3 0 minus 1 minus 12 minus 13 minus 1 minus 3 that is 2 into x y z equal to ഇതിന് മാറ്റം വരും. എങ്ങനെ വരും? 5 minus 7 19 5 minus 7 19. ഇനി നമുക്ക് ഇതിനെ 0 ആക്കണം. ഈ minus 13നെ 0 ആക്കണം. അതിന് എന്ത് ചെയ്യാം? R3 changing to R3 minus 13 by 3 R2. അപ്പോൾ എങ്ങനെ വരും? 1 4 minus 1 0 minus 3 minus 5 0 0 71 by 3 into x y z equal to minus 5 minus 7 minus 148 by 3 minus 148 by 3. ഇനി നമുക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ z എത്ര വരും? z will be equal to 148 by 71. z will be 148 by 3 divided by 71 by 3. That is 148 by 71. എത്ര വരും? 2.0845. ഇനി സെക്കൻഡ് ഇക്വേഷനിൽ എന്ത് എഴുതാം? minus 3y minus 5z equal to minus 7. ഇതിലെ z വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y equal to minus 1.1408 എന്ന് കിട്ടും. Then x plus 4y minus z is equal to minus 5 എന്ന് വരും. x plus 4y minus z equal to minus 5. ഇതില് yക്കും zനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ you will get x equal to 1.6479. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ആൻസേഴ്സ്. സോ ഇവിടെ എന്ത് ചെയ്തു? റോ ട്രാൻസ്ഫർമേഷൻ ഉപയോഗിച്ച് ഈ കോഎഫിഷ്യന്റ് മെട്രിക്സിനെ ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തു. എന്നിട്ട് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമ്മൾ അൺനോൺസിനെ വാല്യൂ കണ്ടുപിടിച്ചു.
let us do one more problem. Using Gauss elimination method, solve x plus 2y plus 3z minus u equal to 10, 2x plus 3y minus 3z minus u equal to 1, 2x minus y plus 2z, 2x minus y plus 2z plus 3u equal to 7, and 3x plus 2y minus 4z plus 3u equal to 2. So ഇത് എങ്ങനെ നമുക്ക് മാട്രിക്സ് ഫോമിൽ എഴുതാം? 1 2 3 minus 1, 2 3 minus 3 1, 2 3 minus 3 minus 1, 2 minus 1 2 3, 3 2 minus 4 3 into x y z u is equal to 10 1 7 2. ആദ്യം നമുക്ക് ഇത് 0 ആക്കണം. അതിന് എന്ത് ചെയ്യും? R2 changing to R2 minus 2R1, R3 changing to R3 minus 2R1, അതുപോലെ R4 changing to R4 minus 3R1. അപ്പോൾ ഇതെല്ലാം എങ്ങനെ വരും? 1 2 3 minus 1 0 minus 1 minus 9 1 0 minus 5 minus 4 5 0 minus 4 minus 13 6 into x y z u equal to 10 minus 19, 10 minus 19 minus 13 minus 28. ഇനി നമുക്ക് ഇത് രണ്ടും 0 ആക്കണം. ഈ -5 -4നെ 0 ആക്കണം. അതിന് എന്ത് ചെയ്യാം? R3 changing to R3 minus 5R2 and R4 changing to R4 minus 4R2. ഫസ്റ്റ് റോ വെച്ച് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. സെക്കൻഡ് റോ അതുപോലെ വയ്ക്കും. തേർഡിലും ഫോർത്തിലും വിത്ത് റെസ്പെക്ട് ടു ആണ് ചേഞ്ച് വരുന്നത്. അപ്പൊ എങ്ങനെ വരും? 1 2 3 minus 1 0 minus 1 minus 9 1 0 0 41 0 0 0 23 2 into x y z u equal to 10 minus 19 82 48. ഇങ്ങനെ കിട്ടും. ഇതിൽ നിന്ന് നോക്കിക്കേ, ശരിക്കും പറഞ്ഞാൽ അപ്പർ ട്രയാങ്കുലർ പ്രോപ്പർ ഫോമിൽ വന്നില്ല. ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ വന്നേനെ. ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തിരുന്നെങ്കിൽ പ്രോപ്പർ അപ്പർ ട്രയാങ്കുലറിന്റെ ഫോമിൽ വന്നേനെ. എന്നാലും നമുക്കിപ്പം ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാനുള്ള പാകത്തിനായി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 41 z equal to 82 which implies z equal to 2. Now
23z plus 2u is equal to 48. അതിൽ നിന്ന് ഇസഡിന് 2 കൊടുത്തിട്ട് അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? u equal to 1 എന്ന് കിട്ടും. Now minus y minus 9z plus u equal to minus 90. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ y equal to 2. ഇനി ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. x plus 2y plus 3z minus u equal to 10, which implies x equal to എത്രയാണ് കിട്ടുക? അതായത് യുവിനും ഇസഡിനും വൈക്കും 2 1 2 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ സോൾവ് ചെയ്തെടുക്കാം. 1 എന്ന് കിട്ടും. ഇതാണ് റിക്വയർഡ് സൊല്യൂഷൻ. x equal to 1, y equal to 2, z equal to 2 and u equal to 1. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രോബ്ലത്തിലും ഇതിന് മുന്നത്തെ പ്രോബ്ലത്തിലും പാർഷ്യൽ പിവറ്റിംഗ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. അതായത് പ്രോപ്പർ ആയിട്ട് കോഎഫിഷ്യൻസ് ഗ്രേറ്റർ ആയിട്ടുള്ളത് ഡയഗണൽ എലിമെന്റ്സ് ആയിട്ട് വരത്തക്ക വിധത്തിൽ ചെയ്താലും മതി. ഇവിടെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കറക്റ്റ് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് പോലെ വന്നേനെ. ഇപ്പൊ നമുക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷനിൽ സോൾവ് ചെയ്യാനുള്ള ഫോമിലായതുകൊണ്ട് നമ്മൾ അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ആ ലാസ്റ്റ് റോയിൽ നമ്മൾ അതനുസരിച്ച് മാറ്റേണ്ടി വന്നേനെ. ഒന്നും കൂടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് ആ 23യും കൂടെ 0 ആക്കി എടുക്കേണ്ടി വന്നേ. This is how you solve simultaneous linear equation using Gauss elimination method.